ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് പെസഹ അപ്പവും അതിൻ്റെ കൂടെയുള്ള പാലുമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നാളെ പെസഹ ദിവസമാണ്. അപ്പോൾ പെസഹ ദിവസം അന്നത്തെ ദിവസം വൈകുന്നേരം ഇത് നമ്മൾ ഉണ്ടാക്കി അന്ന് രാത്രി നമ്മൾ ചർച്ചിലൊക്കെ പോയിട്ട് വന്നിട്ട് നമ്മളിത് കട്ട് ചെയ്യും. വീട്ടിലുള്ള ഏതെങ്കിലും മുതിർന്ന ആളെ കൊണ്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ പാലിൽ മുക്കി കഴിക്കുന്നതാണ് നമ്മുടെ ക്രിസ്ത്യൻസിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുളിപ്പില്ലാത്ത അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് വേണ്ടത് ഒരു അരക്കപ്പ് ഉഴുന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അരക്കപ്പ് ഉഴുന്നിന് 1 കപ്പ് പച്ചരി എടുക്കുക. നമ്മുടെ ഇഡ്ഡലി റൈസ് ആയിരുന്നാലും മതി. ഇത് ഒരു 2-3 മണിക്കൂർ നന്നായിട്ട് വെള്ളത്തിൽ കുതിർക്കാൻ അനുവദിക്കുക. ഉഴുന്നൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം വെള്ളം ഒന്ന് കുതിർക്കാനായിട്ട് അനുവദിക്കുക. പിന്നെ വേണ്ടത് 2 അല്ലെങ്കിൽ 3 അല്ലി ചെറിയ വെളുത്തുള്ളി വേണം. ഞാനിപ്പോൾ തീരെ ചെറുതായതുകൊണ്ട് ഒരു 4-5 എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി ഒരു 7 ചെറിയ ഉള്ളി വേണം. പിന്നെ നമുക്ക് അടുത്ത് വേണ്ടത് നല്ല ജീരകമാണ്. നല്ല ജീരകം 1 ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ തേങ്ങയുടെ പകുതി മുറി നന്നായിട്ട് ചിരകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ മിക്സിയുടെ ജാർ എടുക്കുക. ആ ജാറിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഉഴുന്നുണ്ടല്ലോ, ആ ഉഴുന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉഴുന്ന് കുതിരാനിട്ട വെള്ളം തന്നെയാണ് ഞാനിത് അരയ്ക്കാനും യൂസ് ചെയ്യുന്നത്. ആ പകുതി വെള്ളം മാത്രം ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. നല്ല പേസ്റ്റായിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരിക. നമ്മൾ ദോശമാവിനൊക്കെ അരയ്ക്കുന്ന കണക്ക് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. വെള്ളം ആവശ്യത്തിന് മാത്രം ഒഴിക്കുക കേട്ടോ. നന്നായിട്ട് ലൂസി കൺസിസ്റ്റൻസി ആവരുത്. നമ്മളിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ മിക്സിയുടെ ജാറിൽ തന്നെയാണ് ഞാൻ ആ കുതിർക്കാൻ വെച്ചിരുന്ന ആ പച്ചരിയും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരിക. ഉഴുന്ന് ഊറാനിട്ട് ആ വെള്ളത്തിൽ കുറച്ച് വെള്ളം ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളവും കൂടെ ഒഴിച്ചിട്ടാണ് ഞാൻ അരച്ചെടുത്തിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ നമുക്കിതിലേക്ക് പകർന്നു കൊടുക്കാം. എന്നിട്ട് ആ മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും ചെറിയ ഉള്ളി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് വരണം കേട്ടോ. ജസ്റ്റ് ഒന്ന് നമ്മുടെ ചമ്മന്തിക്കൊക്കെ അരയ്ക്കുന്ന കണക്ക് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ട് വന്നാൽ മതി. കണ്ടോ, ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ അരച്ചെടുത്തിട്ട് വരാനായിട്ട്. ഒത്തിരി നന്നായിട്ട് അരഞ്ഞു പോകാൻ പാടില്ല. വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരിക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ആ മാവിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമ്മൾ മിക്സാക്കി കൊടുക്കണം കേട്ടോ. എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മളിനി അടുത്ത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് ഉപ്പാണ്. ഇതിൻ്റെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ കറക്റ്റായിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കുക. എന്നിട്ട് ഇത് അറൗണ്ട് ഒരു 1/2 hour മാത്രം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി വരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടുതൽ സമയം നമ്മൾ പുളിപ്പിക്കാൻ വയ്ക്കരുത്. ഇത് പുളിപ്പില്ലാത്ത അപ്പമാണ്. അതുകൊണ്ട് വേണമെങ്കിൽ ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അല്ലെങ്കിൽ ഡയറക്റ്റ് അങ്ങനെ തന്നെ നമുക്ക് ആവി വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനൊരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് എണ്ണ തടവി കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും. അതിൻ്റെ സൈഡിലും എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് വേണം ഒന്ന് തടവി കൊടുക്കാനായിട്ട്. എന്നിട്ട് ആ ബാറ്റർ നമ്മൾ 1/2 മണിക്കൂർ കഴിഞ്ഞ് ആ ബാറ്റർ എടുത്തിട്ടുണ്ട്. എറൗണ്ട് നന്നായിട്ട് അത് ഒന്ന് നല്ല സ്മൂത്തായിട്ട് ഇച്ചിരി കൂടെ തിക്കായിട്ട് ഇരിപ്പുണ്ട് അത്. അപ്പോൾ ഇത് നമുക്ക് നേരെ ആ സ്റ്റീൽ പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എറൗണ്ട് ഒരു പ്ലേറ്റിൻ്റെ ഒരു 1/2 ഭാഗം അല്ലെങ്കിൽ 1/4 ഭാഗം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിവിടെ അതിൻ്റെ പ്ലേറ്റിൻ്റെ ഒരു 1/2 ഭാഗമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ബാക്കി ഞാൻ മാവ് അടുത്തൊരു അപ്പത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ആ ദിവസം നമ്മൾ ഈ അപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓശാന ഞായറാഴ്ച കിട്ടിയ ആ അച്ഛൻ വെഞ്ചരിച്ച് തന്ന ആ കുരുത്തോല ഉണ്ടല്ലോ, ആ കുരുത്തോല കൊണ്ട് ജസ്റ്റ് ഒരു കുരിശുണ്ടാക്കി ഇതിൻ്റെ പുറത്ത് വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് വേണം ആവിയിൽ വേവിച്ചെടുക്കാനായിട്ട്. ഒരു ഇഡലി പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിൽ വെള്ളം ഒന്ന് ചൂടാക്കാൻ വയ്ക്കുക. ആ വെള്ളം ചൂടാവുന്ന ആ സമയത്തേക്ക് നമ്മൾ ഒഴിച്ചു വെച്ചിട്ടുള്ള ആ ബാറ്റർ ഉണ്ടല്ലോ, അത് അതിൻ്റെ പുറത്തേക്ക് എടുത്ത് വെച്ച് കൊടുക്കുക. ഇഡലി പാത്രത്തിൻ്റെ അടപ്പ് കൊണ്ട് ഇതൊന്ന് കവർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആവിയിൽ നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ നോക്കുക. ഒരു 15 to 20 മിനിറ്റ്സ് മതിയാവും ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ എറൗണ്ട് നമ്മുടെ 15 to 20 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഞാൻ കറക്റ്റ് 15 മിനിറ്റ്സ് ആയപ്പോഴേക്കും ആയിട്ടുണ്ട്. ഞാനൊരു ടൂത്ത് പിക്ക് കൊണ്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുകയാണ്. അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ടൂത്ത് പിക്കിലൊന്നും ആയിട്ടില്ല. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പെസഹ അപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക.
അടുത്ത് നമ്മൾ പെസഹ പാലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമ്മൾ തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു വലിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് പാലും സെക്കൻഡ് പാലും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് പാല് ഞാൻ ജസ്റ്റ് ആ തേങ്ങയുടെ അളവിന് വെള്ളം ഒഴിച്ചിട്ട് ഫസ്റ്റ് പാൽ എടുത്തിട്ടുണ്ട്. സെക്കൻഡ് പാല് തേങ്ങയുടെ അളവിന് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആ സെക്കൻഡ് പാൽ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് മിക്സി വെച്ച് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 ടേബിൾ സ്പൂണോളം അളവ് വറുത്ത അരിപ്പൊടിയാണ് നമുക്ക് വേണ്ടത്. അതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5-6 ഏലയ്ക്ക ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പൊടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. പിന്നെ അടുത്ത് ഞാൻ നല്ല ജീരകം ഉണ്ടല്ലോ, അതൊരു ടീസ്പൂണോളം അളവ് നല്ല ജീരകം എടുത്തിട്ടുണ്ട്. അതും പൊടിയാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഒരു നുള്ളു ഉപ്പ് വേണം. പിന്നെ ലാസ്റ്റ് വേണ്ടത് ഒരു നമ്മുടെ ശർക്കര ഉണ്ടല്ലോ, ശർക്കര ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്ത് അരിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പാൻ എടുക്കാം. ആ പാനിലേക്ക് നമ്മൾ 5 ടേബിൾ സ്പൂണോളം അളവ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2ാം പാല് കുറച്ചൊഴിച്ചിട്ട് ഈ അരിപ്പൊടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം നമുക്ക് കേട്ടോ. മൊത്തം പാൽ ഒഴിച്ചിട്ട് അരിപ്പൊടി മിക്സ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ കട്ടകളൊക്കെ ഉടഞ്ഞ് കിട്ടത്തില്ല. അപ്പോൾ അത് കാരണം കുറച്ച് പാൽ ആദ്യം ഒഴിച്ചതിന് ശേഷം ആ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ ബാക്കിയുള്ള 2ാം പാലൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്ക്. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി നമ്മളിനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അടുപ്പത്തേക്ക് വെക്കുക. കൈ ഇടവിടാതെ ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അടിക്ക് നമ്മൾ അരിപ്പൊടി ചേർത്തിരിക്കുന്ന കാരണം കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കുക. ശർക്കര എറൗണ്ട് ഒരു 200 ഗ്രാമോളം അളവിന് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം മധുരത്തിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. കൈ ഇടവിടാതെ ഇളക്കി കൊടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ തേങ്ങാപ്പാൽ 2ാം പാലൊക്കെ ഇരുന്ന് ആ അരിപ്പൊടിയായിട്ട് ചേർന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി വരണം കേട്ടോ. അപ്പോൾ നമ്മുടേത് ഏതാണ്ട് ചെറുതായിട്ട് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. കുറച്ചുകൂടെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഒത്തിരി നന്നായിട്ട് കട്ടിയാവുന്നത് വരെ ഇളക്കി കൊടുക്കേണ്ടത്. ജസ്റ്റ് ഒരു ലൂസി കൺസിസ്റ്റൻസി തന്നെയാണ് നമ്മൾ ഫസ്റ്റ് പാൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മുടേത് ഏതാണ്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. കട്ട പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് അടുപ്പത്ത് വെച്ചിട്ട് വേറൊരു ജോലിയും ചെയ്യാൻ പോകാൻ പാടില്ല. ഇതിലേക്ക് ഞാൻ ഒരു പിഞ്ചോളം അളവ് ഉപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മധുരം ആയിരുന്നത് കാരണം നമ്മൾ അതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാനായിട്ടാണ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ആ പൊടിച്ച് വെച്ചിട്ടുള്ള ജീരകത്തിൻ്റെ പൊടിയും ഏലക്കയുടെ പൊടിയും നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് നമ്മുടെ മാറ്റി വെച്ചിരിക്കുന്ന ആ 1ാം പാലുണ്ടല്ലോ, അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഈ പാലൊന്ന് തിളയ്ക്കാൻ അനുവദിക്കരുത്. 2ാം പാൽ ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കാണുമ്പോൾ കുറച്ച് ലൂസായിട്ട് ഇരിക്കുന്നത് നമുക്ക് തോന്നുമെങ്കിലും ഇത് തണുത്ത് വരുമ്പോഴേക്കും കുറച്ചുകൂടെ നന്നായിട്ട് കട്ടിയാവാനാണ് സാധ്യതയുള്ളത്. അപ്പോൾ നമ്മുടെ പാൽ എറൗണ്ട് നന്നായിട്ട് ഇന്ന് ചൂടായി വന്നിട്ടുണ്ട്. തിളയ്ക്കാൻ അനുവദിക്കരുത്, ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ പാലിൻ്റെ പുറത്ത് നമ്മൾ സെർവ് ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ പുറത്ത് നമ്മുടെ ആ ഓശാന ഞായർ നമുക്ക് അച്ഛൻ ആശീർവദിച്ചിരുന്ന ആ കുരുത്തോല കുരിശാകൃതിയിൽ വെച്ച് കൊടുക്കേണ്ടതാണ് അപ്പത്തിലും പാലിലും. അപ്പോൾ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള പെസഹ അപ്പവും പാലും ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.